നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. കോടിയേരി ബാലകൃഷ്ണൻ ടൗണിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് പതാക ഉയർത്തിയത്. 530ഓളം പ്രതിനിധികൾ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിഥികളും പ്രതിനിധികളുമായി 486 പേരും നിരീക്ഷകരായ 44 പേരും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിനിധികളിൽ 75 പേരും വനിതകളാണ്. ചെറുപ്പത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് ചെങ്കൊടി എന്ന് AK ബാലൻ. ഈ ചെങ്കൊടി ഇല്ലാതിരുന്നെങ്കിൽ ലോകത്തിന്റെയും ഇന്ത്യയുടെയും കേരളത്തിന്റെയും സ്ഥിതി എന്താകുമായിരുന്നു? അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ചെങ്കൊടിയുടെ പ്രസക്തി ദിനം തോറും നമുക്ക് ബോധ്യമാവുന്നത്. ആരെയും ഈ കൊടി താഴ്ത്തിക്കിട്ടാൻ അനുവദിച്ചുകൂടാ. അത്രയ്ക്ക് മഹത്വമാണ് ഈ കൊടിയെന്നും AK ബാലൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് SDPIയുടെ ഓഫീസുകളിൽ രാജ്യവ്യാപക റെയ്ഡ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് റെയ്ഡ് നടത്തിയത്. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനം, തിരുവനന്തപുരം, മലപ്പുറം, ബംഗളൂരു, ആന്ധ്രാപ്രദേശ്, താനെ, ചെന്നൈ, ജാർഖണ്ഡ്, കൊൽക്കത്ത, ജയ്പൂർ എന്നിവിടങ്ങളിലായാണ് റെയ്ഡ് നടത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് തേയിലത്തോട്ടത്തിന് സമീപം കടുവയെ കണ്ടെന്ന് പറഞ്ഞ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വനവകുപ്പാണ് പ്രതിക്കെതിരെ പരാതി നൽകിയത്. ശനിയാഴ്ചയാണ് തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടെന്ന് പറഞ്ഞ ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചത്. പിന്നീടാണ് ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ എന്ന് മനസ്സിലാകുന്നത്. ഏറ്റുമാനൂരിൽ യുവതിയും 2 മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്ത്. മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പാണ് ഷൈനി സുഹൃത്തിന് ഭർത്താവിനെതിരെയുള്ള ഓഡിയോ സന്ദേശം അയക്കുന്നത്. വിവാഹമോചനത്തിന് ഭർത്താവ് സമ്മതിക്കുന്നില്ലെന്നും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ഷൈനി പറയുന്നുണ്ട്. കൂടാതെ ജോലി ശരിയാവാത്തതിനെ കുറിച്ചുള്ള വേദനയും ഇതിലൂടെ പങ്കുവച്ചിരുന്നു. തൃശൂരിലെ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇരുമ്പ് റാഡ് മോഷ്ടിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടി. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടുന്നത്. കഞ്ചാവ് വാങ്ങാനാണ് ഇയാൾ ഇരുമ്പ് റാഡ് മോഷ്ടിച്ചതെന്നാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങി കേരള പോലീസിന്റെ കടാവർ നായ്ക്കൾ. തെലങ്കാന ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ കേരള പോലീസിന്റെ കടാവർ നായ്ക്കളും പങ്കാളികളാകുമെന്നാണ് സംസ്ഥാന പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച കടാവർ നായ്ക്കളെയും അവരെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും ഹൈദരാബാദിലോട്ട് അയച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ നയം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളാണ് സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 345 ബ്രാൻഡ് ഉടമകളും ഉൽപാദകരും ഇറക്കുമതിക്കാരുമാണ് ഈ ആപ്പ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BJP MP തേജസ്വി സൂര്യ വിവാഹിതനായി. ഗായിക ശിവശ്രീ സ്കന്ദപ്രസാദ് ആണ് വധു. ബംഗളൂരു സൗത്ത് BJP MPയും യുവമോർച്ച ദേശീയ പ്രസിഡന്റുമാണ് തേജസ്വി സൂര്യ. വധു കർണാടിക് പിന്നണി ഗായികയാണ്. ബംഗളൂരുവിലെ കനകപുരം റോഡിലെ റിസോർട്ടിലാണ് ചടങ്ങുകൾ നടന്നത്. കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത്. ICC ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിനിടെ ജ്യൂസും വെള്ളവും കുടിച്ചതിനാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഷമിയുടെ നടപടി ശരീഅത്ത് പ്രകാരം കുറ്റകൃത്യമാണെന്നും ഇതിന് അദ്ദേഹം ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പറഞ്ഞു.